അവരെ ടെക്നോളജികളുടെ തകർച്ചയും ഇതോടുകൂടി ആരംഭിച്ചു. ഗൾഫ് രാജ്യങ്ങൾ പോകുന്നത് വലിയ തകർച്ചയിലേക്ക്. ഇതൊക്കെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിനുള്ള പരിപാടിയാണ്. അറബ് രാജ്യത്ത് നിന്ന് അമേരിക്ക നീക്കപ്പെടാൻ സാധ്യത. ഇസ്രായേലിനെ എല്ലാ അറബ് രാജ്യങ്ങളും അതുപോലെ അമേരിക്ക കൈവിടും. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂന്നാം ലോകത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. കഴിഞ്ഞ രാത്രി തുടങ്ങിയത് മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് കുഞ്ഞുങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ട് പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും ഇതൊക്കെയും അവസാനമല്ല, ഈറ്റുനോവിൻ്റെ ആരംഭം. കോവിഡാനന്തര ലോകത്തിൽ ഇന്നലെ തുടങ്ങി 2022 ഫെബ്രുവരി മുതൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇതൊരു ഇസ്രയേലിലേക്ക് പോകുന്നൊരു വഴിത്താറെ. എസെക്കിയേൽ പ്രവചനം 39:1-2 എർലിയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് രോഷ്, മേശക്, ടൂബൽ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വതനിരകളിൽ വരുത്തും. ആരാണ് ഈ ഗോഗ്? നോഗയുടെ മക്കളിൽ നിന്ന് മാഗോഗും ഗോഗും. ഇന്നലെ വായിച്ചു. ഉൽപ്പത്തി 10:2 യാഫീത്തിന്റെ പുത്രന്മാർ മാഗോഗ്, താതായി, യൂബാൽ. അങ്ങനെയെങ്കിൽ 3 പേർ എല്ലാ കാലവും ഒരുമിച്ച് നിൽക്കും. റഷ്യ, ചൈന, കൊറിയ. അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിനോട് ചേർന്ന് ഒരു കൂട്ടം 2 ഭാഗത്ത് അണിചേരും. റഷ്യയോട് ചേർന്ന് ആരൊക്കെ? എസെക്കിയേൽ 38:5-6-7 നിന്നോടുകൂടെ പരിചയം തലക്കോരികം ധരിച്ച പാർസികൾ, അഫ്ഗാനും ഇറാനും, കൂശ്യർ, എത്യോപ്യ, പൂത്യർ, ലിബിയ രാജ്യം, ഗോമേര്. യൂറോപ്പിനകത്തുനിന്ന് ഒരുത്തൻ പുറത്തു പോയാൽ അവനും കൂടെ ഇതിനകത്ത് കയറും. വടക്കേറ്റത്തെ തോക്കർമാഗ്രഹം, തുർക്കിയിലെ തൊയ്ബർദോഗൻ അറബ് ലീഗിൻ്റെ നേതാവാകും. അവൻ ആരോട് ചേരും? റഷ്യയോട് ചേരുമെന്നല്ല രാത്രി. അപ്പോൾ ഇസ്രായേലിനോട് ചേർന്ന് ആരൊക്കെ? എസെക്കിയേൽ 38:13 ആരൊക്കെ? ശബയും ദദാനും. ഇന്നത്തെ യമൻ രാജ്യത്തെ ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുക. അത് അമേരിക്ക കസ്റ്റഡി കൊണ്ടുവരുന്നുള്ളൂ. ഇസ്രായേൽ കൊണ്ടുവരും. ദദാൻ, ഏഡൻ രാജ്യം, തർശീഷ് വർത്തകങ്ങൾ, 5 ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ എല്ലാ കാലത്തും ഇസ്രായേലിനോട് നിൽക്കും. ബ്രിട്ടനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, കാനഡയുണ്ട്, ന്യൂസിലൻഡ് ഉണ്ട്. ഇതെല്ലാം ഇസ്രായേലിനോട് നിൽക്കും. പക്ഷേ പലരും ഈ യുദ്ധത്തിൽ അവരെ കൈവിടുന്നു. അതോടൊപ്പം തന്നെ ബാലസിംഹങ്ങൾ, അതാ മോഡി സാർ വീണ്ടും ഇസ്രായേലിൽ, ജപ്പാൻ, ഇവരെല്ലാം ഇപ്പോൾ ഇസ്രായേലിനൊരു സപ്പോർട്ടുണ്ട്. മൗനസമ്മതം. അതാ എസെക്കിയേൽ പറയുന്നത്, നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ വലിയ മോഷണത്തിന് വന്നിരിക്കുന്നു. ഇന്ന് 4 വർഷമായി റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. റഷ്യ സാമ്പത്തികമായി തകരുന്നു. ഒരുപക്ഷെ MBBSൻ്റെ അഡ്മിഷനുകൾ അവസാനിക്കുന്നു. IFC കോഡുകൾ നിൽക്കുന്നു. റഷ്യയിലെ പല ബിസിനസ്സുകളും ഇന്ത്യ അതുപോലുള്ള ചൈനയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ താമസം വിന ഒരു ജാതി ആക്രമണമല്ല, അറബ് ലീഗിനെ കൂട്ടിക്കൊണ്ട് ഇസ്രായേലിലെ നന്മയ്ക്ക് വേണ്ടി കൊള്ളയിടുവാൻ ഒരു വരവ് അവർ നടത്തും. അതാ 3-ാം ലോകമഹായുദ്ധം. ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്യാസ് കിട്ടുന്നത് ഖത്തറിലല്ല, ഇസ്രായേലിൻ്റെ പർവ്വതനിര. അത് ഒരു ജില്ലയാണ്, ഡിമോണ. അവിടെ നല്ല ഗ്യാസ് ഉണ്ട്. 2 ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയ കടലുണ്ട്, ചാവുകടൽ. അവിടെ തോറിയം ഉണ്ട്, പ്രൊട്ടറ്റീനിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ലിഥിയത്തിൻ്റെ അംശം അവിടെ കിട്ടിയിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, അമേരിക്കയിലെ ഷെല്ലല്ല, ഒരുപക്ഷെ കുവൈറ്റിലെ KNPC അല്ല, സൗദിയിലെ അരംകോ അല്ല, അല്ലെങ്കിൽ അബുദാബിയിലെ അഡ്നോക്കല്ല. നല്ല എണ്ണ ശേഖരം ഇസ്രായേലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അദാനിയും പോയി ഇസ്രായേലിലെ പോർട്ടിനോട് ചേർന്ന് 1500 കോടി അദാനി മുടക്കാൻ കാരണം യാഫ തുറമുഖത്ത് 2 എണ്ണക്കിണറെ തുറന്നിട്ടുള്ളൂ. ലവ്യാദാൻ, താമാർ. ഇനി കടലിനടിയിൽ എണ്ണയുണ്ട്. ആരാ? യാക്കോബ് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ആശേറിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. ഇന്നലെ വായിച്ചു. ആവർത്തനം 33:24 ആശേറിനെ കുറിച്ച് അനുഗ്രഹിക്കുന്നു. ആശേർ പുത്രസമ്പത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. ക്രൂഡ് ഓയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇസ്രായേലിന് ഒരു ക്ഷാമവും ഇല്ല, അവർക്ക് അവിടെ സാമ്പത്തിക മാന്ദ്യമില്ല. അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യത്തിൽ റഷ്യ അറബ് ലീഗിനെ കൂട്ടിക്കൊണ്ട് ആരെ ആക്രമിക്കാൻ വരും? ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും. അതിന് തുടക്കമായി അകാരണമായി നമ്മൾ കണ്ടു. ഈ ദിവസങ്ങളിലൊരു വലിയ വിഷയമുണ്ടായി. ഹമാസിൻ്റെ പോരാളികൾ ആരെ ആക്രമിച്ചു? ഇസ്രായേലിനെ ആക്രമിച്ചു. ഇതൊരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ വഴിത്തിരിവാണ്. അതിന് ഇന്നലെ രാത്രി നാം തൊട്ടു. ആമോസ് 2:5 നീ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരുശലേമിൻ്റെ അരമനകളെ കത്തിച്ചു കളയും. 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായി.
അവർ ശാന്തമായി സ്വസ്ഥമായി വസിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത് ഒരു ആക്രമണം ഉണ്ടായത്. അവരെ ടെക്നോളജികളുടെ തകർച്ചയും ഇതോടുകൂടി ആരംഭിച്ചു. അത് അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഗലീല പ്രയറ്റമിലിരിക്കുമ്പോഴും ഇസ്രായേലിനകത്ത് സൈറൺ മുഴങ്ങുന്നു. അവരുടെ ടെക്നോളജികളെയും തകർത്തുകൊണ്ട് റഷ്യയുടെ ക്രൂയിസ് മിസൈൽ ഇസ്രായേലിലേക്ക് പായുന്നു. ഇറാൻ്റെ അത് അയൺ ഡോം തകരും. യെശയ്യാ പ്രവചനം 31:5 പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ കാത്തു, പക്ഷെ അവരെ കൈവിടുന്ന കാലം വരാറായി. അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്നും നാളെയും ഇനി ഈ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ആരെ കൈവിടുമെന്നറിയാമോ? അമേരിക്ക കൈവിടും. ആരാ? GCC. ഇന്നലെ വായിച്ചു, അബ്രഹാം ഒരു ഭാര്യ എടുത്തു സാറ മരിച്ചതിന് ശേഷം. അതാ കെതൂറ. ഉൽപ്പത്തി 25 6 മക്കൾ കെതൂറയിലുണ്ടായി. അവരാ ഇന്നത്തെ GCCന്ന് ഏവർക്കും അറിയാം. ഒരു കമ്പ്യൂട്ടർ അവനെല്ലാം. സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, ബഹറിനുണ്ട്, കുവൈറ്റ് ഉണ്ട്, ഖത്തറുണ്ട്, മസ്കറ്റ്. ഈ 6 പേരെയും ഇന്ന് അമേരിക്ക അവിടെ താവളമുണ്ടായതുകൊണ്ട് ഇസ്രയേൽ അമേരിക്കയും ഇറാനിൽ അടിക്കുമ്പോൾ ഇറാൻ അവരെ അടിക്കുന്നു. ഒരു സ്വസ്ഥതയുമില്ല. ഇന്നലെ രാത്രി നമ്മുടെ പ്രഭാഷണം കഴിഞ്ഞപ്പോഴും ബഹറിനകത്ത് തൂത്തുമുറകെ അടിച്ചുകൊണ്ടിരിക്കുക, എല്ലാ രാജ്യങ്ങളെയും അടിക്കുക. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ പോകുന്നത് വലിയ തകർച്ചയിലേക്ക്. ഇതൊക്കെ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിനുള്ള പരിപാടിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു 6 പട്ടണങ്ങളെ ആരടിക്കും? ഇറാൻ അടിക്കും. ഒന്ന് അബുദാബി അൽ ദഫ്ര, അത് കഴിഞ്ഞിട്ട് ബഹറിലെ അൽ ജുബൈർ നാവികപ്പടയും, അത് കഴിഞ്ഞ് കുവൈറ്റിലെ അൽ സലാം ബേസും, അത് കഴിഞ്ഞ് സൗദിയിലെ പ്രിൻസ് സൽമാൻ ബേസ്. ഇപ്പം നമ്മുടെ യോഗം നടക്കുമ്പോഴും ഖത്തറിലെ അമേരിക്കയുടെ ബേസ് ഹുദ്ഹുദ് ബേസ്, ഒമാനിൽ വലിയ ഇതിലൊരു കപ്പൽപ്പട മാത്രമേ ഉള്ളൂ. ഒമാനെ അധികം ആക്രമിക്കുന്നേയില്ല. 6 രാജ്യങ്ങൾ പടപട ആക്രമണത്തിന് വിധേയമാകുന്നു. അതിനോടനുബന്ധിച്ച് 4 രാജ്യങ്ങൾ വീണ്ടും ഈ ഇറാൻ്റെ ആക്രമണത്തിൽ. ഒന്ന് ബ്രിട്ടൻ ഒന്നും വിട്ടുകൊടുത്തില്ല, വെറുതെ പറഞ്ഞ് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഉടനെ സൈപ്രസ് ബ്രിട്ടൻ്റെ കേന്ദ്രത്തെ അടിച്ചു. അതിനോടൊപ്പം അസർബൈജാനെ അടിച്ചു, ജോർദാനെ അടിച്ചു. ഈ സ്ഥലങ്ങളെല്ലാം ഈ അമേരിക്കയുടെ ക്യാമ്പ് എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഇറാൻ അവരെ ഓടിച്ചിട്ടടിക്കുന്നൊരു കാഴ്ച. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തി ഇവിടെ നടക്കുന്നു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇന്നലെ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് രാത്രി ഇത് അവസാനിക്കുമ്പോൾ ആ വാക്യം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അറബ് രാജ്യത്ത് നിന്ന് അമേരിക്ക നീക്കപ്പെടാൻ സാധ്യത. അങ്ങനെയെങ്കിൽ റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. ഇന്നലെ രാത്രി ആ ഭാഗമാ തൊട്ടത്. എസെക്കിയേൽ പ്രവചനം 38:7-8 വാക്യങ്ങൾ. ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകത്തില്ല. അതുകൊണ്ട് നീ അവർക്ക് മേധാവിയാകും, റഷ്യ അവർക്ക് മേധാവിയാകും. അറബ് രാജ്യത്തിന് മുഴുവൻ മേധാവിയായി റഷ്യ വരാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട്. ബൈബിൾ ക്ലിയർ. നമ്മുടെ പ്രസംഗരൊക്കെ മാറിയാലും ബൈബിൾ മാറത്തില്ല. ഇന്ന് റഷ്യ മേധാവിയായിട്ട് നാളെ അടി തുടങ്ങുമെന്നല്ല, ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. ഇംഗ്ലീഷിൽ അതിൽ ലാറ്റർ ഡേയ്സ്. ഈ റഷ്യ അറബ് രാജ്യങ്ങളും സന്ദർശിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്. എവിടെ? വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് ഒടുക്കം നീ വന്നു ചേരും. ആ ദേശമാ നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതനിര. അങ്ങനെയെങ്കിൽ എന്തിന് ഈ അറബ് ലീഗും റഷ്യയും ഇസ്രായേലിനെ ആക്രമിക്കുന്നു? ആ വിഷയ ജെറുസലേം. ഇന്നലെ വായിച്ചു മത്തായി സുവിശേഷം 23:37. ഇന്ന് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്ത് വന്ന മക്കളെയെല്ലാം നശിപ്പിക്കുകയും ജെറുസലേമിനോട് എൻ്റെ കർത്താവ് പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അങ്ങനെയെങ്കിൽ ജെറുസലേം അന്തിമ യുദ്ധത്തിലേക്ക് ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ അവസാനമായി യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം ഇങ്ങനെ പറഞ്ഞു. മത്തായി 7:24-5. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ, വൻമഴ ചൊരിഞ്ഞു, കൊടുങ്കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, ആ വീട് വീണ് പോയില്ല. ദൈവസഭയെ ചേർക്കാൻ കാന്തൻ വരും. അതിനുശേഷം യേശു പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം, അഥവാ വചനം കേൾക്കാതെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കാതെ കള്ളും കുടിച്ച് കഞ്ചാവ് ഓടിച്ച് ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോയി നീ വീഴാൻ പോവുക. നിൻ്റെ പുരയ്ക്കകത്തേക്ക് കാറ്റ് വരും, മഴ വരും, ആ കെട്ടിടം വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇന്നലെ രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞിരിക്കുന്നുവെന്ന വചനപ്രകാരം 1-ാം രാത്രി നാം മുൻപോട്ട് പോയി. ഒരു ദിനം കൂടി ഗലീല പ്രേറ്റമുള്ളിരിക്കുന്ന സഹോദരങ്ങളോട് ദൈവത്തിൻ്റെ ദാസനകത്ത് ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം
അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവും എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഈ രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വിശുദ്ധ ബൈബിളിലേക്ക് നമുക്ക് കടന്നു വരാം. Everyone open your Bible in this evening. We are going to the prophecy of Zechariah chapter 12 verse 1 to 3. Zechariah പ്രവചനം 12, 1, 2, 3 വാക്യങ്ങൾ കർത്തദാസ് വായിക്കും. വായിച്ചട്ടെ. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ച് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ച് യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും ആ ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഇത് ഞങ്ങളുടെ ആരുടെ അരുളപ്പാടല്ല, യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത വാക്ക്, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാകും. ഇതാ വരാൻ പോകുന്ന ഇറാനുമായിട്ടുള്ള വിഷയം യെരൂശലേമിന് ചുറ്റുമുള്ള ഒരു ജാതികൾക്ക് പരിഭ്രമ പാത്രമാക്കും. അടുത്തത്, യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. ഇസ്രായേലിന് എല്ലാ അറബ് രാജ്യങ്ങളും അതുപോലെ അമേരിക്ക കൈവിടും. നാളെ അത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ബൈബിളിനകത്ത്. അടുത്തത്, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. ലോക ജനത മുഴുവൻ ഇതിനു വേണ്ടി നീങ്ങും ഭാരമുള്ളത് കല്ല്, ക്രൈങ് സ്റ്റോൺ. അടുത്ത വാക്ക് വായിക്കാം. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കപ്പെടും. അടുത്തത്, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂട്ടി വരും. അറബ് രാജ്യങ്ങൾ മാത്രമല്ല, യഹൂദനല്ലാത്തവരുടെ പേര് ജാതികളെന്ന്. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. 5 ഭാഗമാ ഈ രാത്രി. 4 ഭാഗം ചിന്തിക്കും. 1 ജെറുസലേം, 2 പരിഭ്രമ പാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ യെരൂശലേമിന് നേരെ വിരോധമായി കൂടി വരുമോ നാളെ രാത്രി കഠിനമായി മുറിവേൽക്കപ്പെടും. ആ ഭാഗമായിരിക്കും ആമോസ്. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയന്റെ കരം, ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ ഒരിക്കൽ കൂടി തലകളെ മടക്കാം. ഇന്ന് രാത്രി ദൈവം കൂട്ടിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിപ്പാൻ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിപ്പാൻ, അവരുടെ ശുശ്രൂഷകൾ മാനിക്കപ്പെടുവാൻ, അവരുടെ ഉപജീവന മാർഗങ്ങൾ ദൈവത്താൽ കാക്കപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. കരുണാമയന നിത്യന നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടുക്കുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവ ശബ്ദം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വരുമ്പോൾ ലബനോനിലെ ദേവദാരുക്കളെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ഇന്ന് രാത്രി പാപത്തിന്റെ പങ്കലത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ യേശുവിനെ കാണുവാൻ, കാൽവറിയിൽ ഉയർത്തപ്പെട്ട നാഥന്റെ കൃപ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുഴവത്തക്കത്ത് രക്താംബരം വിട്ട ലുദിയായുടെ ഹൃദയത്തിനകത്ത് വചനമിറങ്ങിയപ്പോൾ അവൻ നാഥനെ ഉയർത്തുവാൻ എഴുന്നേറ്റതുപോലെ ഈ ദിനങ്ങൾ ചില സഹോദരിമാർ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഈ പ്രേരണവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളവർ, ഒരു പ്രാവശ്യം ഇവിടെ പാടിയവർ, ഒരു പ്രാവശ്യം പ്രസംഗിച്ചവർ, ഒരു പ്രാവശ്യം മുട്ടുമടക്കിയവരെല്ലാം യഹോവയാൽ കാക്കപ്പെടട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം കാക്കണം. ലൈവിൽ കാണുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണം. പ്രിയ പിതാവേ, ഈ യോഗക്കൂട്ടങ്ങളിൽ ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ ബിരുദമോ സംഘടനകളുടെ പേരോ ഒന്നും ഉയരരുത്. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റിക്കൊടുത്ത യേശുപ്പച്ചൻ്റെ നാമം മാത്രം ഈ രാത്രി ഉയരണം. ഈ കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടുക. അല്ലെങ്കിൽ ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ ധരിക്കണം. ഒരു അന്ത്യകാലത്തിൻ്റെ ദൂത് പറയുവാൻ എൻ്റെ കർത്താവ് അടിയനോട് കൃപ കാണിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യും. കുറവുകൾ ഓർക്കരുത്, കുറ്റങ്ങൾ ഓർക്കരുത്. വിടുതലിൻ്റെ കരം നീട്ട്. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വളരെ ശ്രദ്ധയോടെ ബൈബിളിലേക്ക് താഴ്മയോടെ പോകുക. വേഗത്തിൽ പോകത്തില്ല. ഇന്നലെയും ഞാൻ പറഞ്ഞു,
കയ്യിലിരിക്കുന്ന ബൈബിൾ 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ പൂർണ്ണമായി ബൈബിളിനകത്ത്. അതിനോടനുബന്ധിച്ച് പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ, ആകെയായി വരുന്നത് 31,171 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിൽ 17 പ്രവചന ഭാഗമാണ്. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഓൺലൈനിൽ നോക്കാം. അതിൽ പ്രവചനം 3 തരമാണ്. 3 വലിയ പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. 1 എസക്കേൽ, 2 യെശയ്യാവ്, 3 യിരെമ്യാവ്. മിഡിൽ പ്രവചനങ്ങൾ, അന്ത്യകാലത്തെയും യുഗത്തിൻ്റെ അവസാനത്തെ പറ്റി 4 പ്രവചനങ്ങളുണ്ട്. 1 ദാനിയേലുണ്ട്, 2 സെക്കറിയാവുണ്ട്, 3 ആമോസ് ഉണ്ട്, 4 ഹോശയ്യ ഉണ്ട്. ഇതാ മധ്യകാല പ്രവചനങ്ങൾ. പിന്നെ ലോകാവസാനത്തോടനുബന്ധിച്ച് കുഞ്ഞു പ്രവചനങ്ങൾ അനവധിയുണ്ട്. മീക്കയുണ്ട്, മലാക്കയുണ്ട്, നഹൂമുണ്ട്, ഹബക്കൂക്കുണ്ട്, യോബേലുണ്ട്. ഇതൊക്കെയാണ് പ്രവചനങ്ങൾ. ഇന്ന് കർത്തൃദാസി വായിച്ചത് സെക്കറിയ പ്രവചനമാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പ് 550 കൊല്ലം മുമ്പ് എഴുതിയിരിക്കുന്നത് സെക്കറിയ പ്രവചനം. ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെക്കറിയാവിൽ കൂടി ദൈവം രേഖപ്പെടുത്തിയതാ സെക്കറിയ പ്രവചനം. ഇതിൻ്റെ പ്രത്യേകത 14 അധ്യായങ്ങളാണ് സെക്കറിയ പ്രവചനത്തിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് 256 വാക്യങ്ങളുണ്ട്. ഓശാന പെരുന്നാൾ മുതൽ മശിഹായുടെ വരവ് വരെ പ്രതീക്ഷിക്കുന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9 കഴുതക്കുട്ടിയുമായിട്ട് ഓശാന പെരുന്നാൾ. 10 ഏറ്റവും നിർണായകമായി ലോകം കാണുന്നത് ഇസ്രായേൽ രാഷ്ട്രം തളർത്തു വരും. 11 ലെബനോന് നേരെ ആക്രമണം ഉണ്ടാകും. 12 ജെറുസലേമാണ് അന്താരാഷ്ട്ര വിഷയം. 13 യഹൂദന്റെ കണ്ണുനീരിന് ഒരു ഉറവ തുറക്കും. 14 യേശുവിൻ്റെ കാൽ ഒലിവ് മലയിൽ ചവിട്ടും. മശിഹായുടെ പ്രത്യാശ, വരവിനെ പറ്റിയ സെക്കറിയ പ്രവചനം. ഇന്ന് വായിച്ചതിൽ ഓരോ ഭാഗമായി. അന്നാളിൽ ഞാൻ ജെറുസലേമിനെ ഒരു പരിഭ്രമ പാത്രമാക്കും. 2 അതൊരു ഭാരമുള്ള കല്ലായി വരും. 3 സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. 4 അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം ജെറുസലേം. വളരെ താഴ്മയോടെ ഒരു സ്കൂളിൽ, മുക്കോല സെൻറ് തോമസിലോ നാലാഞ്ചിറ സർവോദയയിലോ ഇരിക്കുന്ന പോലെ ആദ്യം ഒരു കഥ കേട്ടിട്ട് പിന്നെ നല്ല വാക്യങ്ങളിലേക്ക് നാം അങ്ങ് പോകും. ആരാ ജെറുസലേം? എവിടെ തുടങ്ങി കാര്യങ്ങൾ? ഇത് വളരെ കൃത്യമായിട്ട് കേൾക്കണം. ഈ ചാനലുകാരോ സുവിശേഷകരോ പറയുന്നതിനപ്പുറം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്നലെ ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. ആദിയിൽ ദൈവം ആകാശം ഭൂമി, പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ. വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. കാസ്മോസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ യൂണിവേഴ്സ്. അതിനുശേഷം ദൈവം മനുഷ്യനെ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് 6 ഘടകം, സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനവും അധികാരവും ജീവശാസ്ത്രവും നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഏദന്റെ പൂങ്കാവനത്തിൽ കൊണ്ടുവന്നു. ഒരു ദിവസം 1000 സംവത്സരം. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അതിനുശേഷം ദൈവം വെച്ച ആയുസിൻ്റെ മകുടത്തിൽ ഏകദേശം, ഇന്നലെ പറഞ്ഞ ഒരിക്കൽ കൂടി പറയുന്നു, 969 സംവത്സരം ഹാനൂക്കിൻ്റെ മകനായ ബദുഷലേക്ക് 1000 ആരും പോയില്ല. അവിടെ വെച്ച് അവനും ശവപ്പെട്ടി കയറി. ഉൽപ്പത്തി 6 വരുമ്പോൾ നോഹയുടെ കാലം. അതാ വളരെ വിശാലമായത്. ഹാനോക്കിൻ്റെ മകൻ മെഥുശലഹിൻ്റെ മകനായി ലാമേക്കിൻ്റെ മകനായി ഒരുവനുണ്ടായിരുന്നു. അവൻ്റെ പേരാ നോഹ. ആ കാലഘട്ടത്തിലാണ് ഈ സ്വവർഗ വിവാഹം, ലെസ്ബിയൻ, അതുപോലെ ഗൈ മാരേജ്, ഇതെല്ലാം നോഹയുടെ കാലത്തിലെ സാമ്പിളായിരുന്നു. ദൈവത്തിൻ്റെ പുത്രിമാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. പാപം നിറഞ്ഞു. നോഹയോട് സ്വർഗം ഒരു കാര്യം പറഞ്ഞു, നീ ഒരു പെട്ടകത്തെ ഉണ്ടാക്കണം, അതിനകത്ത് മനുഷ്യൻ കയറാനുള്ള സംവിധാനം. 7 അടിസ്ഥാന ഉപദേശങ്ങളാണ് ആ പെട്ടകത്തിനകത്ത് വരുന്നത്. 1 ഗോബേർ മരം, 2 300 മുഴം നീളം, 3 50 വീതി, 4 30 ഉയരം, 5 3 തട്ട്, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. കരമുയരുന്നില്ലല്ലോ. നോഹയുടെ പെട്ടകം ആ പുതിയ നിയമസഭയുടെ പ്രത്യാശ. മക്കളെ, ഈ പെട്ടകം നോഹ പണിയാൻ തുടങ്ങി. സ്ട്രക്ചറെല്ലാം സ്വർഗം കൊടുത്തു. എന്താ സംഭവിച്ചതെന്നറിയാമോ? നോഹ എല്ലായിടത്തും പോയി പറഞ്ഞു, പെരുമഴ വരാറായി. ആൾക്കാർ പറഞ്ഞു, ഈ വല്യപ്പച്ചൻ എന്തോ പ്രശ്നമാണ്. മനസ്സിലാകുന്നവർക്കായി നോഹ പൈസയും കൊടുത്ത്, പെയിൻറ്റും കൊടുത്ത്, സ്ട്രക്ചറും കൊടുത്ത്, ഡോളറും എല്ലാം കൊടുത്ത് പല സ്ഥലത്തും പോയി കവലയോഗത്തിൽ ഞങ്ങളിത് പരിശോധി പ്രസംഗിച്ചല്ലോ. കുഞ്ഞുങ്ങൾ സൂചേട്ടത്തിൻ്റെ വാതിലടയാറായെന്ന് പ്രസംഗിച്ചപ്പോൾ പെയിൻ്റ് അടിച്ചവനും കയറിയില്ല, എല്ലാവരും കയറിയില്ല. സ്വർഗം പറഞ്ഞ ആമ്പിളിപ്പേരെല്ലാം മറ്റ് കാശാക്കിയറ്, ട്രാക്റ്റെല്ലാം ഒതുക്കിയറ്. നോഹയുടെ പെട്ടകത്തിനകത്ത് ആകെ 8 പേര് കയറി. മനസ്സിലാകുന്നവർക്കായി ബാക്കി കൂടെ കേൾക്കണം. നോഹയുടെ പെട്ടകം പെരിയ സമുദ്രത്തിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ആരാ വാതിലടച്ചതെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം. എന്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വാതിലടച്ചു? മനസ്സിലാക്കാം.
നമ്മുടെ എല്ലാ വീടുകളിലും മുമ്പ് CC ക്യാമറ ശ്രദ്ധിക്കുക. അപ്പം വിഷമിക്കണ്ട. അപ്പം ഈ നോഗ പെട്ടകത്തിൻ്റെ വാതിലടച്ചപ്പോഴാണ് ഇന്നത്തെ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഓറഞ്ചും എല്ലാം കൂടെ അടിച്ചത്. അപ്പം ധനവാന്മാർക്കെല്ലാം പിടികിട്ടി. എന്താ പിടികിട്ടിയെന്നറിയാം, എന്തായാലും പെരുമഴ വരാറായി. അപ്പം നോഗയുടെ ഭാര്യ ഇപ്പം എല്ലാകത്ത് വീട്ടിനകത്ത് സ്ക്രീനല്ലയോ, ആൾക്കാർ വന്ന് ബാധൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉപദേശിമാരോട് ഭാര്യമാർ പറയും, അച്ചായ കഥക് തുറന്നേരം നല്ല കവർ കിട്ടുമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി ഇത് മുൻകൂട്ടി കണ്ടിട്ട് നോഗയുടെ പെട്ടകത്തിൻ്റെ കുറ്റി സ്വർഗം വിട്ടു. അതിൻ്റെ അർത്ഥം ഇനി ആരും തുറക്കാൻ പറ്റത്തില്ല. സ്വർഗം ഒരു കുറ്റി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തുറക്കാം. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ കോട്ടൂരിലെ മന്ത്രവാദിക്ക് അതടയ്ക്കാൻ പറ്റത്തില്ല. നോഗ പെട്ടകം ഇങ്ങനെ പോയി ഒഴുകി ഒഴുകി കോവളം പൂവാറൊക്കെ പോയി യെല്ലോയും മാങ്കോയും ഒക്കെ അടിച്ചു. ഭയങ്കര ഇങ്ങനെ പെട്ടകം ഇങ്ങനെ കടലിനകത്ത് കടന്ന് ഉരുളാനൊക്കെ തുടങ്ങി. ഉടനെ നോഗയുടെ ഭാര്യ പറഞ്ഞ, അച്ചായ ഇത് കരയ്ക്കൊന്നും എത്തത്തില്ല, മിക്കവാറും നമ്മൾ പെരുവഴിയാവുമെന്ന്. മനസ്സിലാകുന്നവർക്കായി ആ സമയത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ കയറാൻ തുടങ്ങി. അപ്പം നോഗ സഹോദരിയോട് പറഞ്ഞു, കുഞ്ഞെ ഇത് അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് അല്പ കുലുക്കം വന്നാലും അല്പ കാറ്റടിച്ചാലും അല്പ വെള്ളം കയറിയാലും നിന്റെ പെട്ടകത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്കായി രാത്രി വചനം ഏറ്റെടുക്കണം. എന്താ സംഭവം എന്നറിയാമോ? അപ്പോൾ 40 രാവും 40 പകലും മഴ പെയ്തു. ആദ്യമായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങി. കാക്കേനെ വിട്ടു. മലങ്കാക്ക വന്നും പോയിരുന്നു. അപ്പം നോഗയ്ക്ക് പിടികിട്ടി ഇരിക്കാൻ സ്ഥലമുണ്ടത്. പിന്നെ കാക്ക വന്നില്ല. അപ്പം രണ്ടാമതെന്താ, നോഗ പ്രാവിനെ വിട്ടു. പ്രാവ് പച്ചല കൊത്തിക്കൊണ്ട് വന്നു. അപ്പം കാക്ക ഇരിക്കുന്ന സ്ഥലത്ത് പ്രാവ് ഇരിക്കത്തില്ല. അതിൻ്റെ പ്രത്യേകത എന്താ? കാക്ക എവിടെയും പോയിരിക്കും. പ്രാവിനകത്തൊരു ഭാഗമുണ്ട്. ഇവിടെ മെഡിക്കൽ സയൻസ് പഠിക്കുന്നവർക്കറിയാം, അതിനകത്ത് വേസ്റ്റ് ഗോൾ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് ദൈവസഭയെ സ്വർഗം വിളിക്കുന്നുണ്ട്, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. കറ, വാട്ടം, ചുളുക്കം, മാലിന്യമില്ലാത്ത പ്രാവ്. അങ്ങനെ പ്രാവ് വന്നു പോയിരുന്നു. എന്തായാലും അമ്മാമ്മയും പിള്ളേരും ഒക്കെ പറഞ്ഞ് പെട്ടകം മിക്കവാറും ഒഴുകി വല്ല ശ്രീലങ്കയിലെങ്ങാനും കടത്തീരത്തെങ്ങാനും ചെന്ന് തീരുമെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വചനപ്രകാരം അടിസ്ഥാനമിട്ട പെട്ടകം, ഗോപേർമരം 300 നീളം, 50 വീതി, 30 ഉയരം, 3 തട്ട്, സൈഡ് വാതിൽ, കിളിവാതിൽ, 7 ഉപദേശങ്ങളിൽ അടിസ്ഥാനമിട്ട ഈ പെട്ടകം അല്പം കുലുങ്ങി അല്പം വെള്ളം കയറിയെങ്കിലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ നിന്നെ അരാരാത്തിനകത്ത് ഉറപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി, രണ്ടാമത് രാത്രി, ക്രിസ്തീയ ജീവിതത്തിനകത്ത് നിനക്ക് പോരാട്ടം വരും, പ്രതിസന്ധി വരും. നിന്റെ പെട്ടകം തകരുമെന്ന് ലോകം പറയും, നാട്ടുകാർ പറയും നീ പെരുവഴിയായി പോകുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി ഗലീല പ്രയർത്തനകത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ നിന്റെ പെട്ടകം തകരാതെ അരാരാത്തിനകത്ത് ഉറപ്പിക്കുക. നോഗയുടെ പെട്ടകത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമൈതലേ, നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഇല്ലാതിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അല്പ പ്രതികൂലം വന്നാൽ നിന്റെ പെട്ടകത്തെ ഉറപ്പിക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ലോർഡ് ജീസസ്. പഴയ നിയമം പെട്ടകം നോഗയുടെയെങ്കിൽ പുതിയ നിയമസഭയുടെ 7 അടിസ്ഥാന ഉപദേശമായി ഇതിനകത്ത് വരച്ചു കാട്ടുന്നത് രക്ഷയുണ്ട്, മാനസാന്തരമുണ്ട്, അനുതാപമുണ്ട്, മുങ്ങിസ്നാനമുണ്ട്, തിരുമേശയിൽ പങ്കാളിയാകണം, പ്രാർത്ഥനാ ജീവിതം നയിക്കും, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനെ നിത്യതയിൽ ഉറപ്പിക്കുവാൻ കാന്തൻ മടങ്ങി വരും. അതുകൊണ്ട് സഭയ്ക്കെതിരെ പോരാട്ടം വരും, പ്രതികൂലം വരും, പ്രതിസന്ധി വരും, കമ്മിറ്റി വരും, തെരഞ്ഞെടുപ്പ് വരും, പാസ്റ്റർമാർ കയ്യാങ്കളി നടക്കും, ഫേസ്ബുക്കിലൊക്കെ നടക്കും. പക്ഷേ ഇതെല്ലാം ഇവിടെ നടന്നാലും യഥാർത്ഥമായി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നവനെ നിത്യതയിൽ എത്തിക്കുക എൻ്റെ കാന്തൻ മടങ്ങി വരും. അപ്പോൾ പെട്ടകം ചെന്നിവിടെ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. നമ്മുടെ നെയ്യാർ ഡാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് നെയ്യാർ ഡാമിൻ്റെ അടുത്ത് തേക്കുപാറ അമ്പൂരി പോലൊരു സ്ഥലത്ത് ഉറച്ചു. ഇപ്പം കയ്യിൽ ബൈബിളൊന്നുമില്ല. നോഗ എന്ത് ചെയ്തു? പുതിയ പുരയുടെ എല്ലാം വെട്ടി നിരത്തി എവിടുന്ന് ഒരു JCBയും കിട്ടി. നോഗയും മക്കളോട് നല്ലതുപോലെ എന്ത് ചെയ്തെന്നറിയാമോ? സന്തോഷമായിട്ട് കൃഷിയൊക്കെ തുടങ്ങി. നല്ല മുന്തിരി കൃഷി തുടങ്ങി. ആദ്യം നമ്മുടെ തിരുവനന്തപുരംകാരും അതുപോലെ തന്നെ നെയ്യാറ്റിങ്കരക്കാരും അതുപോലെ വെള്ളറടക്കാരും ഒക്കെ ചെന്ന് നോഗ അച്ചാൻ്റെ പെട്ടിക്കകത്ത് നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ മേടിച്ച്. അന്നേരം നാടൻ ഭാഷ ബാംഗ്ലൂരിലെ ഈ ബിയറൊക്കെ ഉണ്ടാക്കുന്ന കള്ള് കമ്പനിക്കാർ വന്നിട്ട് അച്ചായനോട് പറഞ്ഞു, അച്ഛാ ഇവർക്ക് കൊടുക്കണ്ട, ഞങ്ങൾക്ക് അന്നേരം പെട്ടിക്കണക്കിന് ഓൺലൈനായിട്ട് പൈസയും വരുമെന്ന്. ഭയങ്കര സന്തോഷമായി. എല്ലാം പാക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് കാർഗോയിൽ നിന്ന് കയറ്റിവിടുന്നവർ ബാംഗ്ലൂരുകാർക്ക് കയറ്റിവിട്ട് നോഗയുടെ ബിസിനസ്സും ഡെവലപ്പായി. ഇപ്പം പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. മനസ്സിലാകുന്നവർക്കായി 6 മാസം കഴിഞ്ഞ് നിങ്ങളുടെ സെയിൽസ്മാൻമാരിടയ്ക്ക് മുതലാളിമാരെ കാണാമെന്നുള്ള ബാംഗ്ലൂരിൽ കള്ളുണ്ടാക്കുന്നവർ നോഗയെ കാണുവാൻ എവിടെ? നമ്മുടെ തേക്കുപാറ അമ്പൂരിയിൽ വന്നു.
അച്ചായന് പ്രൈസ്തലൂടെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുന്തിരി കിട്ടി, ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്പായി. ഉടനെ പറഞ്ഞു, താണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിച്ചിരി സാമ്പിൾ ബോട്ടിൽ കുടിക്കാമെന്ന്. മനസ്സിലാകുന്നവർക്കായി. നോക പറഞ്ഞു, അയ്യോ ഞാൻ ഉപദേശിയായിരുന്നു, കുഴപ്പമില്ല. അപ്പം ഞങ്ങളുടെ ഭാഷന്മാർ പറയുന്ന പോലെ ഒരു 30 അടിച്ചോ, കുഴപ്പമില്ല, കർത്താവ് കാത്തോളൂ എന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എന്നാലും പറഞ്ഞു അടിച്ചോളാം. ചില ഉപദേശിമാർ പറയത്തില്ല, എല്ലാവരും പറയത്തില്ല, അച്ഛാ 30 കഴിച്ചോ, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, യൂറിനും ക്ലിയർ ആവുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ബിയർ അടിച്ചാൽ എന്ന് രാത്രി ഇതിനകത്ത് ബൈബിളിനകത്തൊരു ഭാഗമുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കയില്ല. അതുകൊണ്ട് இந்த நாள்களிலே அருமையான ஊழியக்காரங்க இருக்குது. ஐயா நீங்கள் எங்கே வெளிநாட்டு போகுது, விமானத்துக்குள்ளே இருந்து ஏர் ஹோஸ்டஸ் சாம்பிள் கொண்டு தന്നാൽ അതിനകത്തിരുന്ന് ദേവി ഇത് കഴിക്കരുത്, അപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് വിമാനത്തിലെങ്ങാനും എയർ ഹോസ്റ്റസ് കൊണ്ട് തന്ന് ഇച്ചിരി തന്നാൽ ബാഗിനകത്ത് ഇട്ടിരിക്കണം, ആരും കാണാതെ അടിക്കണം. പച്ചയ്ക്ക് എല്ലാം പറയുന്നത്. കോട്ടയത്തെ തങ്കപ്പൻ്റെ കണക്ക് എമിറേറ്റ്സ് ഇരുന്ന് കള്ളു കുടിച്ചിട്ട് പിന്നെ കർത്താവിനെ കുറ്റം പറയരുത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പച്ചയ്ക്ക് നടന്ന കാര്യം അടുത്തിരുന്ന ചെറുപ്പക്കാരൻ വൈറലാക്കി കൊടുത്തതാ. അതുകൊണ്ട് എന്താ, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അടുത്ത വാക്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അച്ചാൻ 30 കുടിച്ചു, 60 കുടിച്ചു, 90 കുടിച്ചു. നമ്മുടെ മണ്ണന്തലയിലെ തോമാച്ചാൻ്റെ കണക്ക് ഇപ്പോൾ പോസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മധ്യാഹ്നത്തിൽ നോക വീട്ടിനകത്ത് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വന്നു, വിവസ്ത്രനായി കിടക്കുക. അപ്പം കുഞ്ഞുങ്ങൾ ആരോ പുതപ്പിച്ചു, അവന് ബോധം തിരിച്ചു വന്നു. അവിടെ വെച്ചൊരു വാക്ക് പറഞ്ഞു, കനാൻ ശപിക്കപ്പെട്ടവൻ. ആ സമയത്ത് ദൈവത്തിൻ്റെ കോപം ഇറങ്ങി, അവനെ തള്ളി. സ്വർഗം പറഞ്ഞു, ഇനി അവൻ്റെ കൂടെ ഇല്ല. ആദ്യത്തെ കുടുംബം തകർന്നത് കൈക്കൂലിയിലല്ല, സ്വാശന്മാരെ തലവെട്ടലല്ല. ആദ്യത്തെ കുടുംബത്തിൻ്റെ ഈ പരാജയങ്ങൾ വരുന്നത് എവിടത്തേക്ക്? ദൈവത്തിന് ഹിതമല്ലാത്ത മദ്യപാന വീട്ടിനകത്ത്. എന്ന് നമ്മൾ പ്രഭാതത്തിൽ പരിശോധത്തിൽ എല്ലാ ടൗണിലും പറഞ്ഞു. ഒരു കാലം ഇന്ന് ക്രിസ്ത്യാനിയുടെ വീട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കുഞ്ഞ് ജനിച്ചാൽ 28 കെട്ടിന് കൂടി, കല്യാണത്തിന് കൂടി, അത് കഴിഞ്ഞ് അപ്പച്ചൻ മരിച്ചാൽ ടെൻഷൻ മൂലം കൂടി. മനസ്സിലാകുന്നവർക്കായി. വീട് വച്ചാലും അത് കട്ടള വച്ചാലും ആശാരി വന്നാലും കൂടി. പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് വല്ലവനെ കിട്ടണമില്ല. പണ്ട് തോമാച്ചായൻ പറഞ്ഞുള്ള ഒരു കുപ്പി ഉണ്ടെങ്കിൽ മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് വരുമെന്ന് പറയുന്നുള്ള സ്വോത്രം. അങ്ങനെ ഒരു കാലമായി. അങ്ങനെയെങ്കിൽ ഇത് കേട്ട് സ്വർഗം അവിടുന്ന് അങ്ങ് പോയി. സ്വർഗം എവിടത്തേക്ക് പോയി? 1498 കിലോമീറ്റർ സഞ്ചരിച്ചു. അത് ആ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ മെസ്സപ്പെട്ടോമിക്കകത്ത് നദിക്കരയിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുവനെ ദൈവം കണ്ടു. സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്രാമേ നീ എഴുന്നേൽക്കുക. ഉൽപ്പത്തി 12 തേരകിൻ്റെ മകനായ അബ്രാമിനോട് സ്വർഗം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം, ഭൂമിയിലെ പൊടി, കടൽക്കരയിലെ മണൽത്തരി പോലെ ആയിരിക്കും. എന്താ സംഭവിക്കുന്നത്? വിളി കേൾക്കാത്ത ഒരുവനൂടെ കൂടി. അവൻ്റെ പേരാ ലോത്ത്. അവരെവിടെ വന്നെന്നറിയാമോ? വാഗ്ദത്ത കനാനിൽ സ്വർഗം കൊണ്ടുവന്നു. ഇറാഖിൽ നിന്ന് 1498 കിലോമീറ്റർ. ഇപ്പം അബ്രഹാമിന് വീടായി, കാറായി, എല്ലാ സൗകര്യങ്ങളുമായി. മനസ്സിലാകുന്നവർക്കായി. അപ്പം എന്താ, 2 ഭാര്യമാരും വീട്ടിനകത്ത് വന്നു. അബ്രഹാമിനൊരു അമ്മാമ വന്നു, സാറാമ്മാമ. ലോത്തിനൊരു അമ്മാമ വന്നു. ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം പിന്നെ നമ്മുടെ ഇവിടെ മണ്ണന്തല കൺവെൻഷൻ നടക്കുന്നു, പേരൂർക്കട കൺവെൻഷൻ നടക്കുന്നു. എല്ലാവരും കേട്ടാട്ടെ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അബ്രഹാമും ലോത്തും ഷാറാമാമയുടെ കമാൻഡർ ജീപ്പിനകത്ത് കയറും. മനസ്സിലാകുന്നവർക്കായി. ലോത്തിൻ്റെ ഭാര്യ പോകത്തില്ല. അവർ മുക്കോലയ്ക്ക് ചെന്ന് അക്ഷയ സെൻറ്റർ വഴി പിന്നെ ആധാർ നമ്പർ കൊടുത്തിട്ട് അബ്രഹാമിൻ്റെ വസ്തു ഡിപ്പോസിറ്റ് എല്ലാം നോക്കിയപ്പോൾ എല്ലാം അവറാച്ചാൻ്റെ പേരിൽ. ആദ്യത്തെ പണിമുടക്ക് 40 വർഷത്തെ പണിമുടക്ക് നടത്തിയത് ആരാ? ലോത്തിൻ്റെ ഭാര്യ. ലോത്തിൻ്റെ ഭാര്യ പറഞ്ഞു, വീട്ടിന് മുമ്പ് ഞാൻ കുടി കെട്ടുമെന്ന്. INDSO CHO അല്ല, ലോത്തിൻ്റെ ഭാര്യ. അബ്രഹാം സഭയുടെ ചീഫ് പാസ്റ്റർ എന്ന് പറയുന്നത് നാട്ടിൽ പ്രമുഖനായിരുന്നു. അബ്രഹാം ഒന്ന് ലോത്തിനോട് വിട്ടുവീഴ്ച കാണിച്ചു. മനസ്സിലാകുന്നവർക്കായി. അവസാനം എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ലോത്തിൻ്റെ ഭാര്യ നല്ല കണ്ണായ സ്ഥലങ്ങൾ, പണ്ണന്തല, നാലാഞ്ചിറ, തിരുവനന്തപുരം എല്ലാം അടിച്ചുകൊണ്ട് അവസാനം അബ്രഹാമിന് കിട്ടിയത് പാലോട് ബ്രൈമൂർ. മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ പേരാ മമ്രയുടെ തോപ്പ്. മമ്രയുടെ തോപ്പിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ വണ്ടി വെള്ളം ഒന്നും ചെല്ലത്തില്ല. അവിടെ 2 കാര്യം ഉണ്ടായിരുന്നു. 1 ഒരു കരിവേലകം, 2 ഒരു യാഗപീഠം. എന്താ പടി നിയമത്തോടുള്ള കരിവേലകത്തിൻ്റെ പ്രത്യേകത? ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. യാഗപീഠം അവരെന്ത് കുടിച്ചാലും എന്ത് കഴിച്ചാലും അവർ ആരാധന കൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ ആധുനിക ഇസ്രായേൽ. അവനൊരു ഉടുപ്പിട്ടാലും ശലോം ഇസ്രായേൽ. ആഹാരം നമ്മുടെ മുമ്പിൽ ഇരുന്നാലും ശലോം. അത് പറയും, ദൈവസമാധാനം പറയാതാ. നമ്മുടെ വീട്ടിലും കാണുന്ന യാഗപീഠം ഉണ്ടോ? സന്തോഷമില്ലല്ലോ. ഹിന്ദിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ
ऊपर वाला हमको मदद किया, इधर कल्ले में एक अच्छा घर दिया. മനസ്സിലാകുന്നവർക്ക് 1800 സ്ക്വയർ ഫീറ്റ്, 4 മുറികൾ, 2 മുറി താഴെ 2 മുറി മേളിൽ. കുടുംബ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? പാപ്പ ഒരു മുറി, മമ്മി ഒരു മുറി. അമ്മക്കോ ദോ ബച്ചായ ദോനോ ഏക്കെ കമരാമേ. സന്തോഷമില്ലല്ലോ? കപ്പയുടെ ചവിട്ടി എലി മാന്തുന്നോ അല്ല ഇപ്പം മാന്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രാർത്ഥന ഉണ്ടോ? മമ്മി 7:30 ആകുമ്പോൾ ചപ്പാത്തിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ട് കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചെറിയ സന്ദേശം, ചപ്പാത്തിയും വെജിറ്റബിൾ കറി ശരിയായിട്ടുണ്ട്, താഴെ വന്നാൽ ഷാപ്പിടാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതും വാട്സപ്പിനകത്ത് സ്വോത്രം. ഇന്ന് എവിടെ കുടുംബ പ്രാർത്ഥന ഇരിക്കുന്നു? ഈ ക്രിസ്ത്യാനികളെ, ഞാൻ ഹൈന്ദവരെയൊന്നും കുറ്റം പറയത്തില്ല, അവർ വൈകിട്ട് 6:30 മണിക്ക് മണി മുഴങ്ങുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു തിരി കത്തിക്കും. നിങ്ങളോട് ഇന്ന് പറയുവാനുള്ളത്, നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ വെളിനാട്ടിലായിരിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റ് രാജ്യങ്ങളിലായിരിക്കും, ഒരുപക്ഷെ അച്ഛനും അമ്മയ്ക്കും താഴെ ഇറങ്ങാൻ കഴിയത്തില്ല. പ്രായം ചെന്ന സഹോദരങ്ങൾക്ക് വേണ്ടി അപ്പച്ചനോടും അമ്മച്ചനോടും പറയുന്നത് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒരു സോഫായിലിരുന്ന് ഒരു പാട്ട് പാടണം. വന്ദനം യേശുവര ഇന്ന് പകൽ മുഴുവൻ. ഒരു കുഞ്ഞു സങ്കീർത്തനം വായിക്കണം, ഒരു വാക്ക് സ്വോത്രം കഴിയണം. 5 മിനിറ്റ് മതി ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക്. ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് അവർ വൈകിട്ട് ദൈവത്തോട് ദൈവസന്ധിയെ നിലവിളിച്ചു. മിസ്രൈമിൻ്റെ പാളയത്തിനകത്ത് കറുത്തമുത്തും ഭിക്ഷോയും ആയിരുന്നു. ദൈവസന്ധിയിൽ കടന്നാൽ 108 ആംബുലൻസിന് വിളിക്കേണ്ടി വരത്തില്ല. അവൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പാടും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രിയിൽ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവം, രാവിലെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവം. ഇന്ന് സഭയിലെ പ്രാർത്ഥനയല്ല വലുത്, അല്ലെ കൺവെൻഷൻ പ്രാർത്ഥനയല്ല വലുത്, നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ മടങ്ങി വരട്ടെ. ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് ആയിട്ട് അത് മാറട്ടെ. മനസ്സിലാകുന്നവർക്കായി